വെൽക്കം ടു ക്രേസി വെജ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാബേജ് തോരനാണ്. അപ്പോൾ നമുക്കിത് എന്തൊക്കെ വേണം നോക്കാം. ആദ്യം ഒരു കപ്പ് ക്യാബേജ് ഗ്രേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഒരു മീഡിയം സൈസ് ക്യാബേജിൻ്റെ പകുതി എടുക്കുക. പിന്നെ സവോള ഒരെണ്ണം, അതും കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുക. പച്ചമുളക് 2 എണ്ണം എടുത്തിട്ടുണ്ട്. ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതും കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുക. പിന്നെ കറിവേപ്പില. പിന്നെ നമുക്കിതിലേക്ക് ചതച്ചിടാൻ വേണ്ടിയിട്ട് തേങ്ങ വേണം. ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി വേണം, ജീരകം, ഇത്രയാണ് നമ്മൾ ചതച്ചിടാൻ എടുക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിന് എടുക്കുക, പിന്നെ വെളിച്ചെണ്ണ. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഇതിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നതൊക്കെ കൂടി നമ്മൾ ഒരുമിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനൊരു ബൗളിലേക്ക് ഇട്ടിട്ടാണ് മിക്സ് ചെയ്യുന്നത്. ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കൊത്തി അരിഞ്ഞെടുത്താലും മതി. ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് മിക്സ് ചെയ്ത് വയ്ക്കുന്ന സമയത്ത് ആ ഉള്ളിയും ക്യാബേജും ഒക്കെ കൂടി നന്നായിട്ട് ഇഞ്ചിയിൽ പിടിച്ചിരിക്കും. നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. ഇനി മഞ്ഞൾപ്പൊടിയും ഉപ്പുപൊടിയും കറിവേപ്പിലയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി വയ്ക്കുക. കൈകൊണ്ട് തിരുമ്മി വയ്ക്കുക, അല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഞാനിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. കടുക് പൊട്ടിക്കുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഫ്ലെയിം ഏറ്റവും ലോയിലേക്ക് ആക്കിയ ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിലേക്ക് ഇടാം. ഫ്ലെയിം ഏറ്റവും ലോ ആക്കി വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. കാരണം നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ക്യാബേജിലും ഉള്ളിയിലും ഒക്കെ ആവശ്യത്തിന് വെള്ളമുണ്ട്. ഫ്ലെയിം കുറച്ച് വെക്കുമ്പോഴത്തേക്കും ആ വെള്ളം ഇറങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ വെന്ത് കിട്ടും. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കണം. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത ശേഷം വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു 2-3 മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഇടാനുള്ള തേങ്ങ ഒന്ന് ചതച്ചെടുക്കാം. 3 വെളുത്തുള്ളി, ജീരകവും തേങ്ങയും കൂടെ ഒന്ന് ക്രഷ് ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി. കൂടുതലായിട്ട് തേങ്ങ അരയണ്ട. അപ്പോൾ നമുക്ക് ക്യാബേജ് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, കറക്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നടുക്കോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊത്തി വയ്ക്കുകയാണെങ്കിൽ തേങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടും. തേങ്ങയ്ക്ക് നമ്മൾ ഓവർ കുക്ക് ആവാൻ പാടില്ല, അപ്പോൾ അതിൻ്റെ ഒരു റിയൽ ടേസ്റ്റ് പോവും. ചെറുതായിട്ടൊന്ന് ആവി കയറിയാൽ മതി. ഇങ്ങനെ പൊത്തി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് അടച്ച് 1 മിനിറ്റ് വയ്ക്കുക. 1 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ. 1 മിനിറ്റ് കൊണ്ട് തന്നെ തേങ്ങ ഒന്ന് വെന്ത് കിട്ടും. 1 മിനിറ്റ് ആയിട്ടുണ്ട്. കറക്റ്റായിട്ട് എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. അധികം വെള്ളമൊന്നുമില്ല. മിക്സ് ചെയ്ത് ചൂടോടെ തന്നെ കഴിക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.